Hello, good morning. Please ask questions. ക്യാമ്പസിൽ നമ്മൾ ലഹരി മരുന്നിൻ്റെ ഉപയോഗം തീരെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ക്യാമ്പസിന് മാത്രം കൊണ്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയുമോ അങ്ങനെ ചോദിച്ചാൽ ഒരു നല്ല ശതമാനം വരെ കുറയും എനിക്ക് ഇത് പറയാൻ കഴിയും. ക്യാമ്പസിൽ മാത്രമല്ല, വീട്ടിലും ഹോസ്റ്റലിലും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, കൊണ്ടുവരാനും പാടില്ല, ഉപയോഗിക്കാനും പാടില്ല, നമ്മുടെ തന്നെ ഉപയോഗിക്കാൻ പാടില്ല, മറ്റേ നമ്മളുടെ ബന്ധുക്കൾ, അയൽവാസികൾ, സഹപാഠികൾ ആർക്കും ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. രണ്ടാമത്തെ ചോദ്യമാണ്, ഈ ടൊബാക്കോ ബാൻ ചെയ്യാൻ പറ്റുമോ? ടൊബാക്കോ ഓൾറെഡി ബാൻഡാണ്. പബ്ലിക് പ്ലേസിൽ ടൊബാക്കോൻ്റെ സെയിൽ ഉണ്ടാക്കാൻ പാടില്ല. സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റൂൾ അനുസരിച്ച്, ഒരു ആക്ട് അനുസരിച്ച് പബ്ലിക് പ്ലേസിൽ ടൊബാക്കോ, സിഗരറ്റ്, പാൻ പരാഗ്, ഹാൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ വിൽപ്പന ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ 2 മാസങ്ങളിൽ തന്നെ ഞങ്ങൾ 50,000 കിലോ ടൊബാക്കോ സംബന്ധിച്ചുള്ള അവയവങ്ങൾ, സാധനങ്ങൾ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഒരു സുധീഷ് മണിയേരി ചോദിക്കുന്നു, മൊത്തമായിട്ട് ഇതെല്ലാം നിർത്തലാക്കാൻ പറ്റുമോ? മൊത്തമായിട്ട് നിർത്തി അത് ടൊബാക്കോ ആയാലും ലഹരി മരുന്നായാലും ഏത് കാര്യമായാലും ഒരു 100% അതിൻ്റെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നിയമമില്ല. ഇതെല്ലാം നമ്മൾ നിയന്ത്രിക്കാനേ കഴിയുള്ളൂ. ഈ മയക്കുമരുന്നുകൾ, ലഹരി മരുന്നുകൾ ഒരു ചില സാഹചര്യങ്ങളിൽ വളരെ അത്യാവശ്യവുമാണ്. ഉദാഹരണത്തിൽ ആശുപത്രികളിൽ കിടക്കുന്ന രോഗികൾക്ക് ആവശ്യം ഉണ്ടായിരിക്കാം. അവർക്ക് ഉറക്കം നന്നാക്കാൻ വേണ്ടി, അവർക്ക് വേദന മാറ്റാൻ വേണ്ടിയൊക്കെ. പക്ഷേ ഒരു സാധാരണ സാഹചര്യത്തിൽ ഇത് ആളുകൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ 100% ഏതോ ഒരു സാധനം തടയുക എന്ന് പറഞ്ഞു വെച്ചാൽ അത് പ്രായോഗികമല്ല. നമുക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റും. ഇതിൻ്റെ സെയിലോ, ഇതിൻ്റെ വിൽപ്പന, ഇതിൻ്റെ വിതരണം നല്ല രീതിയിൽ നിയന്ത്രിക്കാം. ഇല്ലാതെ ആക്കാനോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉൽപാദനമേ പാടില്ല, അങ്ങനെ ഒരു നിയമം ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരാൾ ചോദിക്കുന്നു, ഡു യു തിങ്ക് ദാറ്റ് കേരള ഈസ് ഷോയിങ് ദി പോസിറ്റീവ് ട്രെൻഡ് അബൌട്ട് ദി യൂസ് ഓഫ് കൺട്രോൾഡ് യൂസ് ഓഫ് ടൊബാക്കോ? അങ്ങനെ ആണെന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ 5-6 വർഷത്തിൽ ടൊബാക്കോയിൻ്റെ, സിഗരറ്റ്, ബീഡിൻ്റെ ഉൽപാദനവും വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗവും ഒരുപാട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. സാധാരണ ഈ കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ മറ്റ് മേഖലകളിലും സിഗരറ്റും ബീഡിൻ്റെ ഉപയോഗം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. പിടിക്കാനുള്ള ആളുകൾക്ക് വേണ്ടി ശിക്ഷ എന്ന കാര്യം ചോദിക്കുന്നു. പിടിക്കലുള്ള ആളുകൾക്ക് എവരായിട്ട് ശിക്ഷ ഒക്കെ ആവശ്യത്തിന് ഉണ്ട്. അവരെ പിടിക്കുക, സാധനങ്ങൾ നമ്മൾ ജപ്തി ചെയ്യുക, അവർക്ക് മേളിൽ ഒരു ഫൈൻ ഇടുക, ആവശ്യത്തിന് എന്ന് വളരെ ഈ ലഹരി മരുന്നോ ഇല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ വിതരണം ചെയ്യുകയാണെങ്കിൽ അവരെ ജാമ്യമില്ലാത്ത വകുപ്പ് ഇടുക, ജയിലിലേക്ക് അയക്കുക. 6 മാസം മുതൽ 20 വർഷങ്ങളിലുള്ള ശിക്ഷ ഈ ലഹരി മരുന്നിൻ്റെ സാധനങ്ങൾ വിതരണം ചെയ്യുകയാണെങ്കിൽ, ഉൽപാദനം ചെയ്യുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് ആക്ട് ഒരു നല്ല ഒരു ശക്തമായ ഒരു ആക്ട് കൂടിയാണ്. അതിന് കൂട്ടത്തിൽ ജനുവരി 1, 2016 മുതൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ഇപ്പോൾ നമ്മുടെ
പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ആ ആക്ട് അനുസരിച്ച് സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ ടൊബാക്കോ സാധനങ്ങളോ ഹാൻസോ പാൻ മസാലയോ ലഹരി മരുന്നയോ അതിൻ്റെ വിതരണമോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കച്ചവടം ഉണ്ടാവുമെങ്കിൽ അതിനു വേണ്ടി മാത്രം കർശനമായ നടപടി എടുക്കാനുള്ള വകുപ്പുകൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ വന്നിട്ടുണ്ട്. ഒരു മിസ്റ്റർ ജെൻസൺ ചോദിക്കുന്നു, നമ്മുടെ ഈ ലഹരി മരുന്നിൻ്റെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ NGOമാർ ഇത് പേരോ വല്ലോ ഉണ്ടോ? എനിക്കറിയാവുന്ന 2 NGO നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നെയ്യാറ്റിൻകര അടുത്ത് വെള്ളനാട് പറഞ്ഞ സ്ഥലത്തിൽ ഒരു കരുണ സാഹിബ് പറഞ്ഞിട്ട് NGO നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ എറണാകുളം സിറ്റിയിലെ ബോധിനി പറഞ്ഞ ഒരു NGO, സ്ത്രീകളെ നിയന്ത്രിക്കുന്ന ഒരു നല്ല NGO അവിടെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ ലഹരി മരുന്നിൻ്റെ എതിരായിട്ട് ഒത്തിരി കാര്യങ്ങൾ അവർ സമൂഹത്തിന് വേണ്ടി അവർ ചെയ്തിട്ടുണ്ട്. ഒരു രാജൻ ചോദിക്കുന്നു, സ്കൂൾ കുട്ടികൾ ഇത് ഉപയോഗിക്കേണ്ട, അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കൂൾ കുട്ടികൾ ലഹരി മരുന്നിൻ്റെ ഉപയോഗം കൂടുതൽ ചെയ്യേണ്ട, അതിനു വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏകദേശം എല്ലാ ദിവസവും 25 മുതൽ 30 സ്കൂളുകളിലും പിന്നെ കോളേജുകളിലൊക്കെ പോയി ക്ലാസ്സുകൾ എടുക്കുകയാണ്. കേരള പോലീസും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബോധവൽക്കരണം നന്നായിട്ട് നടത്തണം. അങ്ങനെ ചെയ്താലേ കുട്ടികൾക്ക് ഈ ലഹരി മരുന്നിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിമുക്തനാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ, അവരെ സിനിമകളെ കാണിക്കുക, അതിനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അവരോട് പറഞ്ഞു കൊടുക്കുക. സ്കൂൾ കോളേജ് പരിസരങ്ങളിൻ്റെ അടുത്തുള്ള ചെറിയ പാൻ കടകൾ എല്ലാം മാറ്റുക. ഞങ്ങൾ മൊത്തം കേരളത്തിൽ നിന്ന് സ്കൂൾ കോളേജ് കടകളിൽ നിന്ന് സ്കൂൾ കോളേജിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പാൻ കടകളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഈ പാൻ കടയിലായിരുന്നു ഈ നമ്മുടെ ഈ ലഹരി മരുന്നിൻ്റെ സാധനങ്ങൾ ഒത്തിരി കിട്ടുന്നുണ്ടെന്ന് അതിനെ സംബന്ധിച്ച് പരാതി ഉണ്ടായിരുന്നു. എല്ലാ പാൻ കടകളും ഞങ്ങളിപ്പോൾ കേരളത്തിൻ്റെ പാൻ കടകളെല്ലാം കേരള സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ നിന്ന് മാത്രമല്ല എല്ലാ സ്ഥലം തന്നെ ഇപ്പോൾ നീക്കിയിട്ടുണ്ട്. അതൊരു വലിയ ശല്യമായിരുന്നു. ഒത്തിരി ശല്യം. സ്കൂൾ കോളേജ് തൊട്ടടുത്ത് ഇത് കിട്ടുക, ആ ഒരു പരാതി ഇപ്പോൾ ഞങ്ങൾ മാറ്റി തന്നിട്ടുണ്ട്. ഒരു ലിൻസ് ഫ്രാൻസിസ് ചോദിക്കുന്നു, സിനിമകളിൽ നിന്ന് കുട്ടികൾ ലഹരി മരുന്ന് പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്താ പഠിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല. ലഹരി ഇല്ലെങ്കിൽ മയക്ക് മരുന്നിൻ്റെ ഒരു ഉപയോഗം അത് സിനിമ തന്നെ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ബുക്കുകൾ വായിച്ചിട്ട് ഇല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഈ നമ്മുടെ കിടക്കുന്ന കടകളിൽ അവിടെ ആളുകൾ സിഗരറ്റോ ബീഡി നമ്മൾ വലിക്കുമ്പോൾ ഏതൊരു സാഹചര്യം നിന്ന് അവർക്ക് പഠിക്കേണ്ടതാണെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിന് മാത്രം നമ്മൾ പഠിച്ചാൽ അവർക്ക് അത് അംഗീകരിക്കണമെന്ന് വേണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ ബുക്സ് വായിക്കും, ചിലപ്പോൾ മാഗസീൻസ് വായിക്കും, ചിലപ്പോൾ ടി വിയിലും നമുക്ക് വേണമെങ്കിൽ ഒരാൾക്ക് ഇത് വേണമെങ്കിൽ അത് പഠിക്കാനേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു മുഴുവൻ TV നമുക്ക് ബാൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സിനിമകളിലൊക്കെ ഈ സിഗരറ്റ് ബീഡിൻ്റെ വലിയോ ഇല്ലെങ്കിൽ മദ്യത്തിൻ്റെ എതിരായിട്ട് ആവശ്യത്തിലുള്ള നിർദ്ദേശങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. അവർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. സിനിമ കണ്ടിട്ട് ഒരാളത് ബീഡി വലിക്കാനോ അല്ലെങ്കിൽ മദ്യം കഴിക്കാൻ അവർക്ക് പഠിക്കാൻ കഴിയും, ആ അഭിപ്രായം എനിക്കില്ല. വേറെ ആളുകൾ ചോദിക്കുന്നു, ഈ വില്ലേജ് ഗ്രാമ പ്രദേശങ്ങളിൽ ഇതിൻ്റെ ശല്യം, ലഹരിയും പിന്നെ മയക്കുമരുന്നിൻ്റെ ശല്യം കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദയവായി ഞങ്ങളെ അതിനെ സംബന്ധിച്ചുള്ള വിവരണം എത്രയും പെട്ടെന്ന് അറിയിക്കുക. ഞങ്ങൾ നടപടി എടുത്തിരിക്കും. എൻ്റെ 2 നമ്പർ ഞാൻ എല്ലാ ആളുകളെയും നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ദിവസേന 1000 കണക്കിന് കോൾ, വാട്സപ്പ് മെസ്സേജ്, SMS കിട്ടുന്നുണ്ട്. താങ്കൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. നമ്പർ ഞാൻ പറഞ്ഞു തരാം. പ്ലീസ് നോട്ട് ഡൗൺ: 9061 1 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
78000. I will repeat again, 90611 78000. രണ്ടാമത്തെ നമ്പർ 94471 78000. 94471 78000. ഈ നമ്പറുകളിൽ ലഹരി മരുന്നോ മയക്ക് മരുന്നോ വ്യാജ മദ്യമോ സ്പിരിറ്റ് കടത്തലോ വാഷ് കോട അരിഷ്ടം അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം, ഞങ്ങളത് പിടിച്ചിരിക്കും. ഒരു രാജ്കുമാർ ചോദിക്കുന്നു ആൻറ്റി ഡ്രഗ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു സ്കൂൾ പഠനത്തിന് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർഷം ഗവൺമെൻറ് ഓഫ് കേരള പല ക്ലാസ്സുകളിൽ ഈ ഡ്രഗ്സിൻ്റെ ശല്യത്തിനെ സംബന്ധിച്ച് ലേഖനങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അഖിൽ നമ്മുടെ പത്തനംതിട്ട നിന്ന് ചോദിക്കുന്നു, പത്തനംതിട്ട ജില്ലയിലെ ഗാഞ്ച വിതരണം ഇതിനെ സംബന്ധിച്ച് വളരെ ദൃഢമായ നടപടി എടുക്കണമെന്ന്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ നടപടി 2 മാസം മുമ്പ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ഗാഞ്ചാവ് അരിഷ്ടം സ്പിരിറ്റ് ആൻസ് പാൻ മസാല ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഇനിയും താങ്കൾക്ക് ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്പറുകളിലേക്ക് വിളിക്കുക. ഒരാൾ ചോദിക്കുന്നു, നമ്മുടെ ഒരാൾ ഗാഞ്ചാവ് വിൽപ്പന ചെയ്യുന്നു, പോലീസ് ഇയാളെ പിടിക്കുന്നു, ഇയാൾ വീണ്ടും ജയിലിൽ പുറത്ത് വരുന്നു, പിന്നെയും എന്തു ചെയ്യണമെന്ന്. അപ്പോൾ നിയമം നോക്കുകയാണെങ്കിൽ ഒരാൾ 1.25 കൂടുതൽ പ്രാവശ്യം അതേ കുറ്റം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ജയിലിൽ പോകാനുള്ള സാധ്യത കുറച്ച് കൂടുതലുണ്ടാവും. നമ്മുടെ ഒരു കുറ്റം പല പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ശിക്ഷ അവർക്ക് ഇരട്ടായിട്ട് ശിക്ഷ കിട്ടാനുള്ള വകുപ്പ് നമ്മുടെ ഈ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് ആക്ടിലുമുണ്ട്. രതീഷ് ഈ ബാർ പോലീസിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. ഒരു പോലീസ് സർക്കാരിൻ്റെ ഉണ്ട്, ആ പോലീസ് നന്നായിട്ട് നടപ്പാക്കാനുള്ള ചുമതല മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രാക്ടിക്കലായ ഒരു പോളിസിയാണ്. നേരത്തെ കുറേ അധികം ബാറുകളൊക്കെ ഉണ്ടായിരുന്നു, അതുമെല്ലാം നിർത്തി. ഇപ്പോൾ കുറച്ച് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ബേവറേജ് കോർപ്പറേഷൻ്റെ ചില കടകൾ മാത്രം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രായോഗികമായ ഒരു പോളിസി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആരും ചോദിക്കുന്നു, താങ്കൾക്ക് ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടാൻ വരുന്നുണ്ടോ? അപ്പോൾ അവരെ ഞാൻ അറിയിക്കുകയാണ്, നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഉണ്ടാവില്ല. പ്രോത്സാഹനം മാത്രമേ കിട്ടുകയുള്ളൂ. സർക്കാരിൽ നിന്ന് നല്ല പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. ഞങ്ങളും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് ഒരുപാട് ഇൻഫോർമേഷനാണ്. ഇൻഫോർമേഷൻ ഞങ്ങൾക്ക് നാട്ടുകാരിൽ നിന്ന് വേണം കിട്ടാൻ. അതിനുവേണ്ടി നിങ്ങൾ എപ്പോഴും ഞങ്ങളെ വിളിച്ചു കൊണ്ടിരിക്കണം. ഒരു ഷരത്ത് ചോദിക്കുന്നു, റെയിലുകളും ട്രെയിനും റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ റെയ്ഡ് ചെയ്യണമെന്ന്. അത് അവിടെ അറിയിക്കാൻ വേണ്ടി പറയുകയാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് കേരള പോലീസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുമിച്ച് മിക്കവാറും എല്ലാ സ്റ്റേഷനുകളിൽ ദിവസേന ചില ഒരു 10-20ഓളം സ്റ്റേഷനുകളിൽ ഞങ്ങൾ പോയി ട്രെയിനുകളും റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ല ഒരു സംഖ്യയിൽ ഒരു മാത്രയിൽ ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ പാൻപരാഗും ഹാൻസും പിന്നെ ഈ സിഗരറ്റ് ബീഡി ഇതെല്ലാം ധാരാളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഗഞ്ചാവും ഞങ്ങൾക്ക് നല്ല ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടിയത് ട്രെയിൻ മാർഗം ഇങ്ങോട്ട് വരുമ്പോഴാണ്. അപ്പോൾ ട്രെയിനുകളിലോ നല്ല പരിശോധന നടക്കുന്നുണ്ട്. വുമൻ സെക്യൂരിറ്റി ഒരു വലിയ ഇഷ്യൂ ആണ്. ഇന്ത്യ രാജ്യത്തിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളുടെ കണക്കിലുള്ള ആകെ ഒരേ സംസ്ഥാനം കേരളമാണ്. കേരള സർക്കാർ മാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ്റും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒത്തിരി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. നിർഭയ മരിച്ച ശേഷം ഒത്തിരി നിയമങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കി.
അതിൽ ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ട് ലോ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകളെ എവിടെ പോയാലും അവർക്ക് എന്തെങ്കിലും ശല്യമുണ്ടെങ്കിൽ ബസ്സിലായാലും ജോലി ചെയ്യുന്ന സ്ഥലത്തിലായാലും പിന്നെ സ്കൂൾ കോളേജുകളിൽ എവിടെയെങ്കിലും ഏത് രീതിയിലെ ശല്യമുണ്ടെങ്കിൽ അവർക്ക് ഒരു തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അതിനെ സംബന്ധിച്ച് പരാതി കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. പോലീസ് കേസ് എടുക്കാൻ ബാധ്യസ്ഥനാണ്. ഏത് തരത്തിലുള്ള ശല്യമായാലും ഇതൊരു അറിയിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഞാൻ ഈ അടുത്ത കാലത്ത് നടത്തിയത്. അവർക്ക് അവരുടെ നിയമങ്ങൾ അപ്പോൾ 354A IPC, 354B IPC ഇന്ത്യൻ പീനൽ കോഡ്, 354C IPC, അതായത് വോയറിസം, സ്റ്റാക്കിംഗ്, അതായത് ഒരു സ്ത്രീയെ ശാരീരികമായ രീതിയിൽ അവരെ ശല്യപ്പെടുത്തുക, അവരെ പിന്തുടരുക, അവരെ ഇലക്ട്രോണിക് മീഡിയയിലെ മൊബൈൽ ഫോണിലെ ഫേസ്ബുക്കിൽ SMS വഴിയും മെയിൽ വഴിയും അവരെ ശല്യപ്പെടുത്തുക, അവർ വെറുതെ മോശമായ രീതിയിൽ അവരെ അവമാനിക്കുക, ഇതെല്ലാം നമ്മൾ ഇതിന് അവരായിട്ട് പരാതി കൊടുത്താൽ ഒരു കേസ് എടുത്തിട്ട് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ പെൺകുട്ടികൾ അവരുടെ സംബന്ധിച്ചുള്ള നിയമങ്ങളൊന്ന് മനസ്സിലാക്കുക. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. എന്തെങ്കിലും അവരായിട്ടുള്ള കേസ്, എന്തെങ്കിലും അവരായിട്ട് ശല്യമുണ്ടെങ്കിൽ ഏതേത് വകുപ്പുകളാണ് അത് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒക്കെ ഇന്ത്യൻ പീനൽ കോഡോ ഇല്ലെങ്കിൽ നമ്മുടെ ഓരോരോ സാഹചര്യത്തിൽ ഓരോരോ ആക്ട് ഉണ്ട്. ഉദാഹരണത്തിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ പെണ്ണുങ്ങൾക്ക് ശല്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള പ്രത്യേകം ഒരു നിയമമുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ശല്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രത്യേകം നിയമമുണ്ട്. കേരള പോലീസ് ആക്ടിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരായിട്ട് നമുക്ക് കേസ് എടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ശല്യമുണ്ടെങ്കിൽ അത് മറച്ചു വെക്കേണ്ട, അത് ഒറ്റയ്ക്ക് ആരോടും ഒന്നും പറയാതെ സഹിക്കേണ്ട അതൊരു കാര്യങ്ങൾ നന്നായിട്ട് നമ്മൾ പ്രദർശിപ്പിക്കുക, എഴുതുക, ഒരു പരാതിയായിട്ട് സ്റ്റേഷനിൽ കൊടുക്കുക. അങ്ങനെ ചെയ്താലേ സ്ത്രീകളുടെ അവരായിട്ടുള്ള ശല്യം കുറയുകയുള്ളൂ.